കേരളത്തിലെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇയാൾക്ക് മറ്റ് 2 അഫയർ കൂടെ ഉണ്ടായിരുന്നു. അതും സഹപ്രവർത്തകരായിരുന്നു. അവനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ, അവനെ ഒരു തെറ്റുകാരനാണെന്നുള്ളതിൻ്റെ കൂടുതൽ തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. എൻ്റെ മകൾ മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായ എല്ലാ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പായി ഹാജരാക്കിയിട്ടുണ്ട്. അതായത് മരുന്ന് മേടിച്ചതിൻ്റെ ഒരു ബില്ല് കിട്ടി. അപ്പോൾ അതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകളുടെ കുറിപ്പ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകൾ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഇതിനു വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആ വിവരം നമ്മൾ പോലീസിന് കൈമാറി. പിന്നീട് അവർ അവിടെ ക്രോസ് ചെക്ക് ചെയ്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഇപ്പം എല്ലാ തെളിവും അവരുടെ കയ്യിലുണ്ട്. അവർ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നത് അന്വേഷണത്തിലാണ്. അപ്പോൾ വിവരങ്ങളൊന്നും പുറത്തു പറയാൻ സാധിക്കില്ല. അതെ, അയാളെ കുറിച്ച് ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, ഇയാൾക്ക് മറ്റ് 2 അഫയർ കൂടെ ഉണ്ടായിരുന്നു. അതും സഹപ്രവർത്തകരായിരുന്നു. അത് മറ്റൊരു തലത്തിലേക്കൊക്കെ ആ കുട്ടികളും ഇതുപോലെ നടത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ്. അപ്പം ഞങ്ങളുടെ അറിവ് ഞങ്ങളത് ദൃശ്യമാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് അവരുടെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കും. ഞങ്ങൾ വെച്ച ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവൻ ഇത്ര മഹാ ഫ്രോഡാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്ക് ഇത് കാണുന്ന രക്ഷിതാക്കൾ, ആ കുട്ടികളോ രക്ഷിതാക്കളോ ഇവനെതിരെ പരാതിയായിട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതെ, അങ്ങനെ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ അവർ IB മൊഴി കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവരുടെ നടത്തിയിട്ടില്ലെന്നുള്ളതാണ് നമ്മുടെ നിലവിലെ അറിവ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കുമല്ലോ. തീർച്ചയായിട്ടും ഇവനെ അതായത് മേഘയെ സംബന്ധിച്ച് മേഘയ്ക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഒരു പക്ഷേ മേഘ ഇത് അറിഞ്ഞു കാണുമോന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം കൂടുതൽ അവനോട് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടാവുമെന്നും അറിയത്തില്ല. എന്തായാലും ഇവൻ ആള് സ്ട്രെയിറ്റ് അല്ല. ഇവൻ മറ്റു കുട്ടികളെയും ഇതുപോലെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം അറിയത്തില്ല. ഓൾറെഡി നമ്മൾ വീട്ടുകാരെ സംബന്ധിച്ച് അവൻ IB ഉദ്യോഗസ്ഥനാണ്. ഒരു പ്രപ്പോസൽ വന്ന ആളിന്റെ ഒരു കുട്ടി ഒരാളെ ഇഷ്ടപ്പെടുന്നതൊന്നും തെറ്റല്ല. അവർക്ക് 24-25 വയസ്സുണ്ട്. അതിലൊന്നും തെറ്റായി കാണുന്നില്ല. പക്ഷേങ്കിൽ അവനെ അവളെ മിസ്യൂസ് ചെയ്തതിന് ശേഷം വലിച്ചെറിയുന്ന മാതിരിയുള്ള ഇത് കണ്ടതിന് ശേഷമാണ് ആ കുട്ടിക്ക് താങ്ങ് കാണത്തില്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, രാവിലെ അമ്മയെ വിളിച്ച ആഹാരം മേടിച്ചോണ്ട് പോകട്ടെ എന്ന് ചോദിക്കുന്ന കുട്ടി ഒരിക്കലും ഇങ്ങനൊരു അറ്റംപ്റ്റിനെ കുറിച്ച് ചിന്തിച്ചു പോലും കാണത്തില്ല. അപ്പൊ പിന്നെ വന്ന കോളുകളോ പിന്നെ അവന്റെ ഭാഗത്തുനിന്ന് വന്ന ടോർച്ചറിങ്ങോ ആണ് ഈ മരണ കാരണം എന്നുള്ളത് 100% ഉറപ്പാണ്. അല്ല, അതങ്ങനെ അറിഞ്ഞാലും ഇവനെ ഇപ്പം ഈ കല്യാണം ഇപ്പൊ വേണ്ട എന്നുള്ള നിലപാടിൽ നിന്നുകൊണ്ടാണ് ഒരുപക്ഷെ ഇത് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കല്യാണം വേണ്ടാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒഴിവാക്കുകയാണെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലാസ്റ്റ് ദിവസത്തെ ആ സംസാരം തീർച്ചയായിട്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ്. അത് കിട്ടിയതിന് ശേഷമേ കൂടുതൽ കാര്യങ്ങളിലേക്ക് വ്യക്തത വരത്തുള്ളൂ. അല്ല, ഞങ്ങൾ സമാന്തര അന്വേഷണം വേറെ നടത്തുന്നുണ്ട്. അപ്പൊ നാട്ടിൽ അന്വേഷിച്ചപ്പോഴും ഇവര് കൂടുതൽ ആൾക്കാരുമായിട്ട് ബന്ധമുള്ള ആൾക്കാരല്ലെന്നാണ് അറിയുന്നത്. ഇവരുടെ ഫാമിലി തന്നെ ഇപ്പം തന്നെ അവരുടെ വളർത്തു നായ്ക്കളെ ഒക്കെ പത്രത്തിൽ വന്നത്, ബന്ധുക്കളുണ്ടെങ്കിൽ അവരെങ്കിലും ഭക്ഷണം കൊണ്ട് കൊടുക്കും. ആ നിലയ്ക്ക് അവർ പോലും പട്ടിണി, വളർത്തു നായ്ക്കളൊക്കെ പട്ടിണി കിടന്ന് ചാവാൻ തുടങ്ങുകയാണ്. അവിടുത്തെ വാർഡ് മെമ്പറൊക്കെ ഉൾപ്പെട്ടിട്ടാണ് ഇപ്പൊ അതിന് ആഹാരമൊക്കെ കൊണ്ട് കൊടുക്കുന്നതെന്ന് ഞങ്ങൾ അറിയാൻ കഴിയുന്നത്. അല്ല, നാട്ടിലെ പ്രവർത്തനം അറിയത്തില്ലല്ലോ. പക്ഷെ അവര് നാട്ടിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് ബന്ധമില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരുടെ ട്രെയിനിങ് പീരീഡിൽ, അതായത് ജോധ്പൂരിലുള്ള ട്രെയിനിങ് പീരീഡിൽ വെച്ചിട്ടാണ്, ആ സമയത്ത് അവിടെ വെച്ചാണ് ട്രാപ്പിലാക്കിയിട്ടുള്ളത്. അതിനു മുമ്പ് ഇവരുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല. കേരളത്തിലെ ഹോസ്പിറ്റൽ രേഖകളാണോ? അതെ, കേരളത്തിലെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പറഞ്ഞതായിട്ട് ഇപ്പോൾ ഇതുവരെ ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ഇത് ആദ്യമേ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പറയാൻ എന്തെങ്കിലും ധൈര്യം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പ്രസ്സിൽ ഈ കാര്യം പറഞ്ഞത്. അതിനുശേഷം ആരും ഇതുവരെ നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ജോലി ചെയ്യുന്നവർക്കിടയിൽ അറിയാവുന്നവരുണ്ടെന്നാണ് അവരുടെ സംസാരത്തിൽ നമ്മൾ അന്ന് സഞ്ചയനത്തിനും അല്ലെങ്കിൽ മരണ ചടങ്ങിലൊക്കെ വന്നപ്പോൾ അവർ ചെറുതായിട്ട് അവർക്ക് ഇങ്ങനെയൊക്കെ ബന്ധം ഉണ്ടായിരുന്നു എന്ന് അറിയാം എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളോട് പറഞ്ഞില്ല. അവരെല്ലാം പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. IBക്കും പോലീസിനും മൊഴി കൊടുത്തിട്ടുണ്ട്. ഇല്ല, പിന്നെ അവരെയൊന്നും സംസാരിച്ചിട്ടില്ല. നമ്മളങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അറിയാവുന്നവരെയൊക്കെ വിളിച്ചിട്ട്. പക്ഷെ അവര് IBക്കാരൊക്കെ ആയതുകൊണ്ട് നമ്മളോട് പറയില്ല. അവരുടെ ഒഫീഷ്യലിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് FRRO പറഞ്ഞിട്ടുള്ളത്.
ആദ്യം നമുക്ക് ഇത് നേരത്തെ ബന്ധം ഉണ്ടായിരുന്നു അറിയാമല്ലോ. അപ്പോൾ ഇവൻ ആയിരിക്കും അതിന്റെ പിന്നിലെന്ന് സംശയത്തിലാണ് ഫോൺ കോളുകൾ അതുമായിട്ടുള്ള ലാപ്ടോപ്പൊക്കെ പരിശോധിക്കുന്നതിന് കൊടുത്തത്. അപ്പോൾ അതിന് ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചത്. പിന്നെ അവളുടെ ബാഗുകളൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് കണ്ടെടുത്ത ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി പിന്നീട് നമ്മൾ മുന്നോട്ട് പോയതും രേഖകളെല്ലാം അവർക്ക് സമർപ്പിച്ചത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് നമ്മൾ ഇതിന്റെ അകത്ത് ഞെട്ടിയത്. ആ സമയത്താണ് കിട്ടുന്ന പൈസ അതേപോലെ അങ്ങോട്ട് പോയി കണ്ടപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ എത്രത്തോളം ഗൗരവമാണെന്ന് മനസ്സിലായത്. ഇനിയും വേറൊരു കുട്ടിക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടാകരുതെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടി രക്ഷിതാക്കൾ അവരുടെ കാര്യത്തില്ല. കാരണം ഇപ്പം എല്ലാവരും മൊബൈൽ ആയിട്ട് റൂമിൽ കയറി കഥ അടച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ രക്ഷിതാക്കൾക്ക് സാധിക്കുമെങ്കിൽ എല്ലാവരും കുട്ടികളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി മറ്റൊരാൾക്കും ഇനി ഇങ്ങനെ ഒരു അവസ്ഥ എത്തിപ്പെടരുത്. അതുകൂടാതെ പിന്നെ ഞങ്ങൾക്കും പറയാനുള്ള ഞങ്ങളുടെ കുട്ടിക്കുണ്ടായ തെറ്റുകൾ അല്ലെങ്കിൽ അവളെ ഇങ്ങനെ ചെയ്തതൊക്കെ ഞങ്ങൾ തുടർന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മീഡിയയുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇനിയും നഷ്ടപ്പെടാനൊന്നുമില്ല. അത് വേറൊരു കുട്ടിക്കും ഇതുണ്ടാവരുതെന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് തെറ്റുണ്ടായാലും അത് ഞങ്ങൾ അല്ലെങ്കിൽ ആ പയ്യൻ ചെയ്ത ഉപദ്രവമെല്ലാം ഞങ്ങൾ മീഡിയയ്ക്കകത്ത് പറയാനെ കൊണ്ട് തയ്യാറായി. അതുകൊണ്ട് തന്നെയാണ് അവനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ, അവനെ ഒരു തെറ്റുകാരനാണെന്നുള്ളതിൻ്റെ കൂടുതൽ തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങളത് പിന്നെ CIക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ളതുകൊണ്ട് അത് പുറത്തു വിടുന്നില്ല. അതങ്ങനെ തന്നെയാണ്. ഇതിനൊരു അവസാനം കണ്ടിട്ട് എന്തായാലും നമ്മൾ പിന്മാറുന്നുള്ളൂ.